2020 ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം ഇന്ത്യ സൂര്യകുമാർ യാദവിനെ 2020 ക്യാപ്റ്റനാക്കിയിരുന്നു. ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ നായകനായിരുന്ന രോഹിത് 2020 ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം നടന്നത്. 2020 ലോകകപ്പിൽ രോഹിത്തിൻ്റെ ഡെപ്യൂട്ടിയായിരുന്ന ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ നായകനാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ സൂര്യയെ ഇന്ത്യയുടെ കുട്ടി ക്രിക്കറ്റിലെ നായകനാക്കിയത് പലർക്കും അത്ഭുതമായിരുന്നു. ഇതേ സംബന്ധിച്ചാണ് ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് ഇപ്പോൾ പറയുന്നത്. സൂര്യകുമാറിനെ ഇന്ത്യയുടെ 2020 നായകനാക്കിയത് തന്നെ നിരാശനാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. 2020 ലോകകപ്പിന് മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ 2020കളിൽ മികച്ച രീതിയിൽ നയിക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചിരുന്നു എന്നാണ് ഹർഭജൻ സിംഗ് പറയുന്നത്. മാത്രമല്ല, ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ഹാർദിക് തന്നെ ക്യാപ്റ്റനായി തുടരേണ്ടതുണ്ടായിരുന്നു എന്നും ഹർഭജൻ കൂട്ടിച്ചേർത്തു. പക്ഷേ പാണ്ഡ്യയെ ഇന്ത്യ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തനിക്ക് വലിയ അത്ഭുതമായി മാറി എന്നാണ് ഹർഭജൻ പറഞ്ഞത്. ഒരേ സമയം എനിക്ക് അത്ഭുതവും നിരാശയും ഉണ്ടായി. കാരണം ഹാർദിക് പാണ്ഡ്യയായിരുന്നു ഇന്ത്യയുടെ ഉപനായകൻ. രോഹിത് ശർമ്മ നായകസ്ഥാനം ഒഴിയുമ്പോൾ സ്വാഭാവികമായി ഹാർദിക് പാണ്ഡ്യ ആ സ്ഥാനത്തേക്ക് എത്തേണ്ടതായിരുന്നു. മറ്റൊന്ന്, സമീപകാലത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഏറ്റവും പരുക്കൻ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ടെസ്റ്റിൽ ബംഗ്ലാദേശ് അവരെ 2-0 തോൽപ്പിച്ചതടക്കമുള്ള ടീമിൻ്റെ മോശം ഫോമിനൊപ്പം ക്യാപ്റ്റൻസിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും നടക്കുന്നുണ്ട്. ബാബർ അസം അടുത്തിടെ വൈറ്റ് ബോൾ നായകസ്ഥാനം ഒഴിയുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ നിലവിലെ അവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ താരം രവിചന്ദ്രൻ അശ്വിൻ. വിദഗ്ധരായ ഒരു കൂട്ടം കളിക്കാർ ഉണ്ടായിട്ടും പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ തനിക്ക് വിഷമമുണ്ടെന്ന് അശ്വിൻ പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഖേദമുണ്ട്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ വീക്ഷണകോണിൽ പാകിസ്ഥാൻ അഭിമാനകരമായ ക്രിക്കറ്റ് രാജ്യമാണ്, അശ്വിൻ പറഞ്ഞു. സാമ്പത്തികമായും പാകിസ്ഥാൻ ക്രിക്കറ്റ് തകർന്ന അവസ്ഥയിലാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് 4 മാസത്തോളമായി പ്രതിഫലം ലഭിക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട്. ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ, ഷഹീൻ അഫ്രീദി തുടങ്ങിയ പ്രമുഖരും ഇതിൽ ഉൾപ്പെടുന്നു. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസത്തെ പ്രതിഫലമാണ് പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് ലഭിക്കാനുള്ളത് എന്നും റിപ്പോർട്ടുകളുണ്ട്.